അതെ, കൊറേ നേരം ഞാനൊരു കാര്യം പറയാൻ വേണ്ടി നോക്കുക. എന്താ? അയ്യോ, മുത്തശ്ശന്റെ ഷോർട്ടായി തോന്നുന്നു. ഞാൻ ഷാൻഡോ, ഈ സീനോടുകൂടി മുത്തശ്ശന്റെ കഴിഞ്ഞു. ഇനി ഇത് നീ തന്നെ വെച്ചോ. കഴിഞ്ഞോ? ഒരു 1.5 മുതലാണ്ട് പിന്നെ മുത്തശ്ശൻ. ചേട്ടാ ഒന്ന് മാറും. അതെ, കോസ്റ്റ്യൂം റൂമിൽ ഞാനുണ്ടാവും. ഒന്ന് അവിടേക്ക് വരൂ. എന്താ എന്നോട് പറയാണ്ടെന്ന് പറഞ്ഞേ? പെട്ടെന്ന് പറ. നിനക്കെന്നോടൊന്നും പറയാനില്ലേ? എന്താ ഇത്? റൂമിലെത്തിയിട്ട് തുറന്നു നോക്കിയാൽ മതി. റെഡിയാണ്, അടുത്ത സീനുള്ളല്ലേ? റെഡിയാണ്. എന്താണ് കൺമണി ടച്ചപ്പിൽ എന്താ കോസ്റ്റ്യൂം റൂമിൽ കാര്യം? ഭാവനച്ചിയുടെ അടുത്ത സീനിലേക്കുള്ള കോസ്റ്റ്യൂം അല്ലേ? ഭാവനച്ചിയുടെ കോസ്റ്റ്യൂമാണ്, പക്ഷെ സീൻ്റെ ആരും തിരിഞ്ഞെടുത്ത് വെക്കണം. ടാറ്റാ. കൺമണി അൻപോട് അജിജി ഷൂട്ട് കഴിഞ്ഞോ? കഴിഞ്ഞു. ഇനി എനിക്ക് ബഡായ് ബംഗ്ലാവിന്റെ ഷൂട്ട് ഉണ്ട്. നമുക്കൊരു സെൽഫി എടുക്കോട്ടാ. അത് നമുക്ക് എടുക്കാം. എന്റെ കോസ്റ്റ്യൂം ഒന്ന് തരുമോ? എന്നാ ചേച്ചി ചെല്, മാറിയിട്ട് വരാം. ഓക്കെ. ലാലേട്ടാ, മുത്തശ്ശന്റെ വർക്ക് കഴിഞ്ഞു. നമസ്കാരം. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, വർക്കൊക്കെ തീർന്ന സ്ഥിതിക്ക് ഒരു ചെറിയ പ്രതിഫലമൊന്നും വേണ്ടായിരുന്നു. പക്ഷേ നാട്ടിലൊരു 2 ഏക്കർ സ്ഥലവും ഒരു വീടും വയ്ക്കണമെന്ന് ഇത്ര നാളായി ആഗ്രഹം തുടങ്ങിയിട്ടേ അതാണ് നടക്കട്ടെ എന്ന് കരുതി. അത്രക്കൊന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ. മനോജ് ഇവർക്ക് പോകാനുള്ള വണ്ടിയുടെ ഏർപ്പാട്. ദേഷ്യമല്ലേ? ഇവനാ 1000 തുണി മാറിനോട് ഒളിഞ്ഞു നോക്കിയേക്കണവൻ. ഞാൻ പറഞ്ഞിട്ടാ വിഷ്ണു വന്നത്. താനെന്തിനാ പറഞ്ഞത്? കോസ്റ്റ്യൂം എടുക്കാൻ വന്നപ്പോ വിഷ്ണു ഇതുവഴി പോകുന്നുണ്ട്. അപ്പൊ ഒരു വഴിപാട് ഏൽപ്പിക്കാൻ വേണ്ടിട്ട് വിളിച്ചതാ. വഴിപാടാ? ആർക്ക് വഴിപാട്? അത് വിഷ്ണുവിന്റെ നാട്ടില് നല്ല ശക്തിയുള്ള ദേവിയുടെ ഒരു അമ്പലമുണ്ട്. അവിടെ ഉടക്കാനുള്ള തേങ്ങ കൊടുക്കാനാ. കൺമണി, നീ റൂമിലേക്ക് വാട്ടാ. നിനക്കുള്ളത് ഞാൻ അവിടെ നിന്ന് തന്നോളാം. പറ്റിയ ആളാണ്ടോ എനിക്ക്? വാ ഇങ്ങോട്ട്. നിനക്കത് വാർന്ന് പറഞ്ഞാൽ മതി. തേങ്ങയ്ക്ക് പകരം നിന്റെ തലമുണ്ട അടിച്ചു പിടിച്ചാൽ. പാവനക്ക് തേങ്ങ ഉടക്കാൻ പോയിട്ട് അവന്റെ മൂക്കിരിക്കണോ? എടാ, അതൊക്കെ ചൊവ്വയെ വായ തുറന്ന് പറയണം, മനസ്സിലായ? ഇത്രയ്ക്ക് പാവാൻ പാടില്ല. ചെല്ല്, പോയി കഴുകു. ചെല്ല്. പോയി കഴുകു. എന്നിട്ട് ആ മൂലയ്ക്ക് അങ്ങനെ പോയിരിക്കും. അല്ലെങ്കിൽ ആശുപത്രി പോയി ഡോക്ടറെ ഒന്ന് കാണും. എന്താ സംഭവിച്ചത്? അറിയാതെ ഞാൻ ഷർട്ട് ഒന്ന് കൊടുത്തിട്ടതാ. ശ്രദ്ധിക്കണ്ടേ? എടാ മോനെ, നിനക്ക് ആ പെണ്ണ് പറഞ്ഞേല് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയില്ലേ? മിസ്റ്റേക്ക് എന്തിടിയ ബാബോട്ട് അടിച്ചേ? ആ ചെറുക്കന് പറ്റിയിരുന്നെങ്കിൽ ഇവിടെ ആകത്തോണ്ട് ആർക്കാരും ചെയ്യും. നിനക്കൊരു കാര്യം അറിയോ? എനിക്ക് ഈ അക്രമം കണ്ടു കഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റില്ല, പ്രതികരിക്കും, പ്രത്യേകിച്ചും പെണ്ണുങ്ങൾക്കെതിരെ. അങ്ങനെയാണ്.